ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോക്കുന്നിൻ്റെ സ്വന്തം ദേവാലയം സെൻറ് ജോസഫ് ചർച്ച് ദേവാലയത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ. നാളെയാണ് നവദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് ശുശ്രൂഷ കർമ്മങ്ങൾ നടക്കുന്നത്. 26-ാം തീയതി ഏപ്രിൽ 2026 ശുശ്രൂഷ കർമ്മങ്ങൾ നടക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ തിരുക്കർമ്മ ശുശ്രൂഷ പരിപാടികൾ നടക്കുന്നത്. നാളെ 3:30 അഭ്യന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് 4 മണിക്ക് ഉദാശ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് 7:30 പൊതുസമ്മേളനം കഴിഞ്ഞ് 10,000 പേർക്കുള്ള സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 8:15 3D പ്രൊജക്ഷൻ മാപ്പിംഗ് ലൈറ്റ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അഞ്ജു ജോസഫിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമും 8:30 ഉണ്ടായിരിക്കുന്നതാണ്. നല്ല മനോഹരമായിട്ടാണ് ദേവാലയം പണി കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവാലയത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന പണിപ്പുരയിലാണ് ഇടവക ജനങ്ങളെല്ലാം. വളരെ സന്തോഷത്തോടെയാണ് ഇടവക ജനങ്ങൾ ഈ ദേവാലയത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലാൻഡ്മാർക്കായി അതിമനോഹരമായൊരു ദേവാലയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെൻറ് ജോസഫ് ചർച്ച് കോക്കുന്ന്. പഴയ ദേവാലയം 2 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം പുതിയ ദേവാലയം അവർ പണി കഴിച്ചിരിക്കുകയാണ്. നീണ്ട 2 വർഷത്തെ പ്രയത്നമാണ് കോക്കുന്ന് ഇടവക ജനങ്ങളുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായൊരു ദേവാലയം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത്. വളരെ മനോഹരമായ ദേവാലയമാണ്. അങ്ങകലെ മണിമാളിക കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ലൈവ് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ലേശം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ലൈവ് വെർച്വലായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. ദേവാലയമുറ്റം വളരെ മനോഹരമായ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്ന അഞ്ജു ജോസഫിൻ്റെ സ്റ്റേജാണ്. വലിയ പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ സൗണ്ട് സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതി 8:30 അഞ്ജു ജോസഫിൻ്റെ ലൈവ് ഷോ. അങ്ങകലെ മനോഹരമായി നിൽക്കുന്ന നമ്മുടെ ദേവാലയം. ചേച്ചിമാരെല്ലാം ഇടവക ജനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിലെ പരിസര കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അല്ലെങ്കിൽ അതൊക്കെ